അയ്യാ വണക്കം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാർമർ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളായി ഇന്ത്യയുടെ പിറകെ നടന്ന് ഒരു വ്യാപാര കരാർ തരുമോ എന്ന് ചോദിച്ച് ട്രംപ് ആഗ്രഹിച്ച ആ വ്യാപാര കരാർ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും നൈസായിട്ട് അടിച്ചെടുത്തത് ആരാണ്? ഈ കെയർ സ്റ്റാർമറാണ്. ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ എന്ന് പറയുന്നത്. ഇത് കണ്ട് ട്രംപിന് കുരുപൊട്ടി. ട്രംപ് പോയി കെയർ സ്റ്റാർമറുടെ അടുത്തും UK അടുത്തും അവിടെയുള്ള യൂറോപ്യൻ യൂണിയൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ നൈസായിട്ട് ഇന്ത്യക്ക് നിരോധനവും ഉപരോധവും ഒക്കെ പല കാര്യങ്ങളിലും ഏർപ്പെടുത്തണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതാണ് കണ്ടം. പോയിട്ട് 2 റൗണ്ട് ഓടിക്കും എന്നാണ് ട്രംപിനോട് യൂറോപ്യൻ യൂണിയൻ അടക്കം പറഞ്ഞത്. കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് തഴഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു കെൽപ്പ് നിലവിൽ നമുക്കില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് മാർക്കറ്റ് ഫോഴ്സാണ്. ആ ഹ്യൂജ് മാർക്കറ്റ് ഫോഴ്സുള്ള, അതും അത്രയധികം പർച്ചേസിങ് പവറുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ വിപണിയെ സമ്പൂർണ്ണമായിട്ട് ഇങ്ങ് വലിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ സാധനങ്ങൾ സമ്പൂർണ്ണമായിട്ട് വലിക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. ട്രംപ് അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ട്രംപിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അമേരിക്ക സമ്പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടി, നാസ അടക്കം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹത്തിലൂടെ പല സ്ഥലങ്ങളിലും പോയി സന്ദർശിച്ചു. അങ്ങനെ ഇവന്മാർ തന്നെ നമ്മളോട് ചെയ്ത അട്രോസിറ്റികൾ പലതും ചെയ്തു വെച്ച പല രാജ്യത്തെ പല സ്തംഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി സഞ്ചരിച്ച് അതൊക്കെ കണ്ട് ഗ്രേറ്റ് കിടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഷോ ഓഫൊക്കെ നടത്തിയ ശേഷം ഒരു കരാറിൽ ഒപ്പിട്ടു. ഇവരാദ്യം നമ്മളുമായിട്ട് ഒപ്പിട്ട വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ട്രേഡ് കരാറിൻ്റെ സ്വഭാവമുള്ള ഒരു കരാറാണ്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഫ്രീ ട്രേഡ് കരാറല്ല. എന്താണ് ഈ ഫ്രീ ട്രേഡ് കരാർ? ഈ ഫ്രീ ട്രേഡ് കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നികുതിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കച്ചവടം നടത്താനായിട്ട് സാധിക്കും. എന്നാൽ പൂർണ്ണമായിട്ടൊരു ഫ്രീ ട്രേഡ് കരാറല്ല നമുക്ക് UK-യുമായി നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ അത് പൂർണ്ണമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ് കരാറായി മാറുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് UK-യുടെ പ്രധാനമന്ത്രി വന്നിട്ട് നരേന്ദ്രമോദി പോകാൻ നേരത്ത് മോദി വിളിച്ചു, അളിയെങ്കിൽ വാ, അളി ഒരു കാര്യം അളിയിൽ ഒന്ന് ഒപ്പിടും എന്ന് പറഞ്ഞു. അതിനകത്ത് നോക്കിയപ്പോൾ LMM മിസൈലുകൾ, ഈ LMM മിസൈലുകൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാനുള്ളൊരു കരാറാണ് ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഞാനൊരു കാര്യം ചെയ്യാം, അളിയൻ്റെ അവിടെയുള്ള ഈ ആർമിയില്ലേ, അത് ഞങ്ങളുടെ ആർമിയെയും നേവി വേണോ അല്ലെങ്കിൽ എയർഫോഴ്സ് വേണോ ആരെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടേക്ക് വിട്ട് കുറച്ച് പരിശീലനം നിങ്ങൾക്ക് തരാം. ആവശ്യമുണ്ടോ എന്നോ എപ്പം ഞാൻ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കെയർ സ്റ്റാർമർ എല്ലാത്തിനും സമ്മതിച്ചു. നമ്മളിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് അങ്ങോട്ടേക്ക് അവരെ പരിശീലിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയും നമ്മളൊരു സംഭവം ഒപ്പിട്ട് ഈ LMM എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽ ഇത് മേടിക്കാനുള്ള 468 മില്യൻ്റെ കരാറാണ് നമ്മൾ ഒപ്പുവെച്ചത്. അപ്പം നിങ്ങൾക്ക് തോന്നും, അതായത് എടാ യവൻ എല്ലാത്തിലും വന്ന് തള്ളിമറിയുന്നത് ഇന്ത്യ അങ്ങ് വളർന്നു പോയി ഇതായിരിക്കും സുഡാപ്പികൾക്കും കമ്മികൾക്കും തോന്നുന്നത്. ഇന്ത്യ അങ്ങ് എന്തോ പടർന്ന് പന്തലിച്ചു എന്നല്ലേടാ നീ പറയുന്നത്. പിന്നെ എന്തിനാടാ ഇന്ത്യ അവിടെ നിന്ന് മിസൈൽ വാങ്ങിക്കുന്നത്? അതും ഈ ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈലുകൾ എന്തിനാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്? അതിനെക്കാട്ടിലും വലിയ മുട്ടക്കാട്ട മിസൈലൊക്കെ നമുക്കിവിടെ ഇല്ലേ? പിന്നെ എന്തിനാണ് ഈ മിസൈൽ? പോരാത്തതിന് ഇപ്പോൾ ബ്രഹ്മോസ് ഉണ്ട്. നമുക്ക് ബ്രഹ്മോസ് മാത്രമല്ല, നമുക്ക് ധ്വനി എന്ന് പറയുന്ന ഒരു മിസൈൽ പറഞ്ഞിട്ടുണ്ട്. ഈ ധ്വനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസിൻ്റെ അച്ഛനായിട്ട് വരും. ഈ ധ്വനി ബ്രഹ്മോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ നമ്മളാണ് ഉണ്ടാക്കുന്നത്. ബ്രഹ്മപുത്രയും മോസ്കോയും ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് എന്നതിനെ വിളിക്കുന്നത്. നമ്മുടെയും റഷ്യയുടെയും ഒരു സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് വിറ്റാലും അതിൻ്റെ ഒരു റോയൽറ്റി റഷ്യയ്ക്ക് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. പക്ഷേ ഈ ധ്വനി എന്ന് പറയുന്ന മിസൈൽ സമ്പൂർണ്ണമായിട്ടും നമ്മുടെ മിസൈലാണ്. ഇത് ഉണ്ടാക്കുന്ന ആ സമയത്ത്, ഇപ്പോൾ നമ്മളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് തന്നെ ഗ്രീസ് വന്ന് ചോദിച്ചു, ഒരു 2 നമുക്ക് തരാമോ? അപ്പം നമ്മൾ ചോദിച്ചാൽ അതെന്തിനാണ്? ഏതൻസിൽ വയ്ക്കാമല്ലോ. ഏതൻസിൽ വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തുർക്കി കിടപ്പുണ്ട്. യവനെങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് തല പൊക്കി കഴിഞ്ഞാൽ അണ്ണാക്കിൽ 2 അടിക്കാമല്ലോ എന്ന് പറയും. പിന്നെ എന്ത് തല അളിയാൻ ധൈര്യമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതൻസ് കൃത്യമായിട്ട് വന്നിട്ട് ഇതിൽ ചാടി പിടിച്ചിട്ടുണ്ട്. ഇനി പല രാജ്യങ്ങളും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് ധ്വനി മിസൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ചും അതിൻ്റെ പ്രഹരണശേഷിയും വളരെ കൂടുതലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തിനടാ ഈ UK-യുടെ മിസൈൽ വാങ്ങിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാർക്കും തോന്നിയിരിക്കാം. കാരണം നമ്മൾ DRDOയും ഈ മിസൈലുകളുടെ എല്ലാ സ്പെക്ട്രത്തിലും നമ്മൾ കൈകടത്തുന്നുണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. പല ആൾക്കാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിപ്പോൾ പാകിസ്ഥാൻ സർക്രീക്കിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണല്ലോ. ഈ സർക്രീക്കിൽ ചെറിയ നാവിക ബോട്ടുകളൊക്കെ ഈ പാകിസ്ഥാൻ കൊണ്ടിടും. ആ ബോട്ടുകൾ മാത്രമല്ല, അങ്ങനെ അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങളൊക്കെ അവിടെ പാകിസ്ഥാൻ്റെ ഒരുപാടുണ്ട്. അപ്പോൾ അത് അടിക്കാനാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. പിന്നെ ഈ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ചെറിയ റോക്കറ്റുമുണ്ട്, അതിൻ്റെ താഴെ ഡ്രോണുകളുണ്ട്, അതിൻ്റെ മുകളിൽ മുട്ടക്കാട്ടം, ബ്രഹ്മോസ്, ധ്വനി, പിനാക പോലുള്ള മിസൈലുകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള മിസൈലില്ല. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഇടത്തരം ടൈപ്പ്. നമ്മുടെ പഞ്ചാബി ഹൗസിൽ പറയുമ്പോൾ അവനകത്തുനിന്ന്
നിർത്തേണ്ട പുറത്ത് നിർത്തണ്ട, അവൻ ആ പഠിക്കൽ നിന്നോട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പഠിക്കൽ നിൽക്കുന്ന ഒരു മെസ്സേജ് നമുക്കില്ല. അങ്ങനെ പഠിക്കൽ നിൽക്കുന്ന ഒരു മെസ്സേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇന്ത്യ അതെടുക്കുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ അതിന് പിന്നിൽ വേറൊരു നയതന്ത്രമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യം, ഇവിടെയുള്ള കമ്മികളെല്ലാം പറയുന്നത് പോലെ ഇന്ത്യക്കല്ല റഷ്യയെ യഥാർത്ഥത്തിൽ ആവശ്യം. റഷ്യയ്ക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയെ എല്ലാ ലോകരാജ്യങ്ങളും ചേർന്ന് സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യരുത്, ചുങ്കം ഏർപ്പെടുത്തണം എന്ന് ട്രംപ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ത്യയെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് തടയാനാണ് ട്രംപ് ഇത് പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ എണ്ണ വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ റഷ്യ തകരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം റഷ്യ അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് മേൽ ഒരു ആധിപത്യം യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കാൻ പാടില്ല. ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കണം എന്നാരാണ് പറഞ്ഞതെന്നറിയാമോ? അത് ജോ ബൈഡനാണ് പറഞ്ഞത്. നിങ്ങൾ എണ്ണ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എണ്ണ മേടിക്കുക. കാരണം റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിച്ചില്ലെങ്കിൽ റഷ്യയെ സമ്പൂർണ്ണമായിട്ടും ഉപരോധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോക രാജ്യങ്ങളിൽ എണ്ണ വില കുതിച്ചുയരും. കാരണം റഷ്യയിൽ നിന്ന് കൂടെ നമ്മൾ എണ്ണ മേടിച്ചില്ലെങ്കിൽ ഈ GCC കൺട്രീസിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടില്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ മേടിച്ചോ, നിങ്ങൾ മേടിച്ച് നൈസായിട്ട് മറിച്ച് യൂറോപ്പിനടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നൈസായിട്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ മേടിക്കുന്നു, മറിച്ച് യൂറോപ്പിനടിക്കുന്നു. യുക്രൈന് നമ്മൾ അതിൽ നിന്ന് ഡീസലും കൊടുക്കുന്നു. അതായത് റഷ്യയുടെ ഡീസലാണ് നമ്മൾ യുക്രൈനും കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സെറ്റപ്പാണ്. പക്ഷേ ട്രംപ് വന്നു, അപ്പോൾ കളി മാറി. ട്രംപ് പറഞ്ഞു അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? പോടാ പുല്ലേ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ട്രംപിനെ ഓടിച്ചിട്ട് നമ്മളിപ്പോഴും അവിടെ നിന്ന് എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണ മേടിക്കുന്നത് നമ്മൾ പോരാത്തതിന് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പല ആയുധങ്ങളും നമ്മൾ മേടിക്കുന്നുണ്ട്. ആയുധങ്ങൾ നമ്മൾ മേടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ഈ റഷ്യയുടെ കയ്യിൽ നിന്നും ആയുധം മേടിക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യ പോലും ഞെട്ടിപ്പോകുന്ന സെറ്റപ്പിലാണ് നമ്മൾ ആയുധം ഇവിടെ വന്നിട്ട് അതിനെ ഓൾട്ടർ ചെയ്യുന്നത്. S-400 ഒക്കെ റഷ്യ നമുക്ക് ഇവിടെ നിന്ന് തന്നു. യുക്രൈൻ അവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജ് അടിച്ചപ്പോൾ S-400 പോലും പരാജയപ്പെട്ട ഡ്രോണുകൾ അവിടെ ചെന്ന് വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വേറെ ഉണ്ട്. അതേ S-400 വെച്ചിട്ട് എങ്ങനെയാണ് പാകിസ്ഥാനെ ഇന്ത്യ പ്രതിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S-400ൻ്റെ സോഴ്സ് കോഡ് നമുക്കുണ്ടായിരുന്നു. അതിനെ നമ്മൾ പൊളിച്ച് പണിത ശേഷം അത് നമ്മുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാക്കി മാറ്റി. അതിനെ മാറ്റിയപ്പോൾ ചൈനയ്ക്ക് അപ്പുറത്തുനിന്ന് ഒരു കെറിവിപ്പുണ്ടായി. അതെന്തടേ നീ എനിക്ക് മാത്രം ഈ സോഴ്സ് കോഡ് തരാത്തത്? അപ്പോൾ റഷ്യ പറഞ്ഞത് നിനക്ക് സോഴ്സ് കോഡ് തരുന്ന അന്ന് ഈ S-400ൻ്റെ കുറേ ചാത്ത സാധനങ്ങൾ നീ എടുത്ത് വിപണിയിൽ ഇങ്ങനെ തുറന്ന് വയ്ക്കും. അത് വേണ്ട മോനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ ഇന്ത്യക്കല്ല ആവശ്യം, റഷ്യയ്ക്കാണ് ഇന്ത്യ ആവശ്യം. റഷ്യയും ഇന്ത്യയും കൂടെ സംയോജിച്ച് അല്ലെങ്കിൽ സംയുക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പോലും നിഷ്പ്രഭമാകുമെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പല നയതന്ത്ര വിദഗ്ധരും പല ഡിഫൻസ് എക്സ്പേർട്ടുകളും പറയുന്നുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം റഷ്യ എന്ന് പറയുന്നത് ഒരു വമ്പൻ ആയുധങ്ങളുടെ ഒരു വമ്പൻ പവറാണ്. അമേരിക്കയ്ക്ക് പോലും റഷ്യയെ നേരിടാൻ ഭയമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അമേരിക്ക വെനിസ്വേലയെ നേരിടുന്നുണ്ടല്ലോ. വെനിസ്വേലയുടെ തലവനായിട്ടുള്ള മഡൂറോ, ആ മഡൂറോ ഇപ്പം ബങ്കറിനകത്ത് കയറിയിരിക്കുകയാണ്. മഡൂറോ എന്തുകൊണ്ട് നേരിടുന്നു? കാരണം താരതമ്യേന ശക്തി കുറഞ്ഞ രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് നേരിടാം. പാവപ്പെട്ടവനാണ്, അടിച്ച് ചുരുട്ടാം എന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഇറാനെ നേരിടുന്നു. അതെന്തുകൊണ്ടാണ്? താരതമ്യേന ശക്തി കുറഞ്ഞ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനെ നേരിടുന്നു. അങ്ങനെ കൊച്ചു രാജ്യങ്ങളെല്ലാം അമേരിക്ക എന്ത് ചെയ്യുന്നു? ആടിച്ച് ചുരുട്ടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് റഷ്യയ്ക്ക് നേരെ ഒരു ചെറുവിരൽ ഇതുവരെ അമേരിക്ക അനക്കിയിട്ടില്ല? അനക്കിയത് മുഴുവൻ ശീതയുദ്ധം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തിക ഉപരോധം, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. അല്ലാതെ നേരിട്ടൊരടി റഷ്യയിൽ കൊടുക്കാനുള്ള ധൈര്യം അമേരിക്കയ്ക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്, പരമാർത്ഥമാണ്. റഷ്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടുള്ള ആയുധങ്ങളാണ്. അതും ഇന്ത്യയുടെ മാർക്കറ്റിംഗ് ഫോഴ്സ് പ്ലസ് പർച്ചേസിങ് പവറും കൂടെ ചേരുമ്പോൾ ഇതൊരു അൺബീറ്റബിൾ ഫോഴ്സായിട്ട് വരും. അതിൻ്റെ ഇടയിൽ ഈ ചൈന എന്ന് പറയുന്ന വേട്ടാവളിയും കൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഞാനും കൂടെ എന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ RIC, റഷ്യ, ഇന്ത്യ, ചൈന, ട്രോയ്ക്ക എന്ന് പറയുന്ന ആ ഒരു സഖ്യം രൂപീകരിക്കുന്നത്. പിന്നീട് ബ്രിക്സ് വന്നു, ബ്രിക്സിനെ പൊടി തട്ടിയെടുത്തു. അതിനകത്തൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ ഇടയിലേക്ക് ആ വാർത്ത വരുന്നത്. ഏത് വാർത്ത? ഈ RD-93MA എന്ന് പറയുന്ന ആ ഒരു ജെറ്റ് എൻജിൻ, അത് പാകിസ്ഥാന് റഷ്യ കൊടുക്കാൻ പോകുന്നു. റഷ്യ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. ഇതൊരു പ്രൊപ്പഗാൻഡ വാറാണ്, അതുകൊണ്ട് ഞങ്ങളിത് തള്ളിക്കളയുന്നു എന്നാണ് റഷ്യ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും റഷ്യക്കകത്ത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഷ്യക്കകത്തൊരു ചെറിയ മുറുമുറുപ്പുണ്ട്. മുറുമുറുപ്പെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത് കൊടുത്തുകൂടാ?
അതിനൊരു ഇത് മറുപടി വേണ്ടേ? അപ്പം നമുക്ക് വേണ്ടത് പണമാണ്. അതായത് ഈ മണവാളൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടത് പണമാണ്, എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികമുള്ളതും പണമാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെ പാകിസ്ഥാന് കൊടുക്കുന്നതിൽ എന്താണൊരു കുഴപ്പം? ഇന്ത്യ അങ്ങനെ പലതും പറയും, പക്ഷേ ആത്യന്തികമായിട്ട് ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാണ് എന്ന് നമ്മൾ ഇന്ത്യയെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റിയാലോ എന്നൊക്കെ റഷ്യയുടെ അതിനകത്തുള്ള പല പ്രതിരോധ വിദഗ്ധരും പുടിനെ ഉപദേശിക്കുന്ന പല ഉപദേശകരും ഇങ്ങനെ ചെവിയിലും മൊഴിഞ്ഞു കൊടുത്തു. ഇങ്ങനെ മൊഴിഞ്ഞു കൊടുത്തപ്പോൾ പുടിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഇന്ത്യക്കുണ്ട് സ്വാഭാവികമായിട്ടും. അങ്ങനൊരു തോന്നൽ ഇന്ത്യക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? യുക്രൈനിൽ UK ഇറക്കുന്ന ഈ LMM എന്ന് പറയുന്ന ലൈറ്റ് മൾട്ടി റോൾ മിസൈലുകൾ, റഷ്യക്കെതിരെ ഉപയോഗിക്കുന്ന ഈ മിസൈലുകൾ ഇന്ത്യ വാങ്ങിക്കുന്നു എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരടക്കം പറയുന്നത്. ഇതാണ് അതിലെ കളി എന്ന് പറയുന്നത്. അതായത് ഇനി അളിയന് തോന്നരുത്, അളിയന് തോന്നരുത് ഈ പാകിസ്ഥാൻ ഇത് കൊടുക്കണമെന്ന് അളിയന് ഈ സ്വപ്നത്തിൽ പോലും തോന്നരുത്. ഒരു ചെറിയ ഡോസ്, സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ്, വലിയ സംഭവമൊന്നുമില്ല, ചെറിയ മിസൈൽ, അതൊരു 468 മില്യൺ അത്ര മാത്രമേ ഉള്ളൂ, അത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കുകയാണ് എന്നുള്ള വളരെ സ്നേഹത്തോടു കൂടെയുള്ള ഒരു പ്രഹരമാണ് റഷ്യയ്ക്കിപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ യുക്രൈനിലെ മിസൈൽ റഷ്യ അടിക്കാൻ ഉപയോഗിക്കുന്ന മിസൈൽ ഇന്ത്യ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യയ്ക്കത് വലിയ വിഷയമാണ് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. കാരണം പാകിസ്ഥാൻ റഷ്യയുടെ അടുത്ത് വൈഷ്ണവ ജന്നത്തോ എന്ന് പറഞ്ഞ് വയറ്റിലടിച്ചുകൊണ്ട് പോയപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആദ്യം ചോദിച്ചടേ നീ യുക്രൈന് മിസൈൽ കൊടുക്കുന്നില്ലടാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കാതിൽ നിന്ന് ഹെഡ്ഫോൺ പെട്ടെന്ന് ഇങ്ങനെ അവൻ എടുത്ത് ഊരി ഇങ്ങനെ ബ്ലിങ്ങെന്ന് താഴെ ഇട്ടു. എന്നിട്ട് അവൻ ഐ നീഡ് സം അസിസ്റ്റൻസ്, ക്യാൻ എനിബഡി എന്ന് പറഞ്ഞ്. അപ്പോൾ പുടിൻ ഇങ്ങനെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മറുപടി ഇങ്ങനെ കിട്ടാനായിട്ട്. എന്നിട്ട് പുടിൻ ഒന്നുകൂടെ ചോദിച്ചു, നീ മെസ്സേജ് കൊടുക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഇതാ വീണ്ടും പോയി. വീണ്ടും പുടിനെ ചോദിച്ചു. അപ്പോൾ വീണ്ടും എടുത്ത് കാതി തിരിവിട്ട് ഐ നീഡ് സം അസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഈ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഈ ബ്രിട്ടീഷ് ഡിഫൻസ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള, ഈ UK-യും റഷ്യയും തമ്മിൽ വലിയ പ്രശ്നമാണ്, അതും കൂടെ ഇവിടെ എടുത്ത് പറയണമല്ലോ. UK-യിൽ 37 സ്ഥലങ്ങളിലോ 24 സ്ഥലങ്ങളിലോ അടിക്കാനുള്ള ബ്ലൂ പ്രിൻറ്റ് റഷ്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ നാറ്റോയിൽ ഏറ്റവും കുഴപ്പക്കാരനവനാണ്. റഷ്യയെ തകർക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹമുള്ളവനും വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അടി നിർത്താമെന്ന് പറയുമ്പം അടി നിർത്താനോ സ്വാഭിമാനത്തിൻ്റെ അടിയാണിത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം പ്രോത്സാഹനം കൊടുത്ത് കുഴി ചാടിക്കാനും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇവനാണ് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് UK എന്നും റഷ്യയുടെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബ്രിട്ടീഷ് ഡിഫൻസ് സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇന്ത്യയുടെ ഈ നയം അനിവാര്യമാണ് എന്നാണ് കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് യുക്രൈന് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ തൊഴിലവസരങ്ങൾ കൂടും. അപ്പോൾ അത് ഒരു സെറ്റപ്പാണ്. അതായത് ഇന്ത്യ ഈ മിസൈൽ വാങ്ങിക്കുന്നതിലൂടെ ഇന്ത്യ മിസൈൽ ഇങ്ങോട്ട് മേടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, യുക്രൈൻ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ തൊഴിലവസരങ്ങൾ കൂടും. പോരാത്തതിന് ഈ ഡിഫൻസ് സിസ്റ്റത്തിന്, ബ്രിട്ടൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിന് ഇതൊരു ബൂസ്റ്റും കൂടെയാണ്. അപ്പോൾ അതും ഒരു വലിയ സംഭവമാണ്. ഇന്ത്യ ചെറിയൊരു പരിപാടി നടത്തിയപ്പോഴാണ് ഈ രണ്ട് വാർത്ത കൂടെ അതിൻ്റെ ഇടയിലോട്ട് കയറി വന്നത്. ഇന്ത്യ ഒരു മാർക്കറ്റ് ഫോഴ്സ് ആണല്ലോ, വീണ്ടും പറയുകയാണ്. എന്തായാലും ഈ മിസൈൽ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഈ മിസൈലിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം, അധികം വലിച്ച് നീട്ടുന്നില്ല. ഈ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇടത്തരം മിസൈലാണ്. ഇത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ഇടത്തരം മിസൈലാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. ഇത് ഈ മിസൈലിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ മിസൈലിന് ചിലവ് കുറവാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പല സ്ഥലങ്ങളിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഉപരിതലത്തിൽ നിന്നും വായുവിലേക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഉപരിതലം ടു ഉപരിതലം ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിക്കാനായിട്ട് ഈ മിസൈൽ സാധിക്കും. എന്നാൽ നമ്മുടെ പോക്കറ്റിനകത്ത് ഇത് കിടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈലുകൾ എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ മിസൈൽ ഡ്രോണ്, ബോട്ട്, ലൈറ്റ് ആർമേഡ് മൊബിലിറ്റി വെഹിക്കിൾസ്, ലോ ഒബ്സർവബിൾ എയർ ത്രട്സ് എന്നിവ അടക്കമുള്ള പല ഭീഷണികളെയുമാണ് ഈ മിസൈൽ ടാർഗറ്റ് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കൊച്ചു പാകിസ്ഥാൻ പട്ടാളക്കാരിയിരിക്കുന്ന വാഹനങ്ങൾ, പിന്നെ ചെറിയ ഡ്രോണുകൾ, പിന്നെ ഈ പാകിസ്ഥാൻ പറത്തിവിടുന്ന ചെറിയ മിസൈലുകൾ, ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് തകർക്കാനായിട്ട് ഈ മിസൈലിന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ
ഈ മിസൈൽ ജാം റെസിസ്റ്റൻസ് ഗൈഡൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള മിസൈലുകളെ എന്താണ് ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ള മിസൈലുകൾ പറന്ന് വരുമ്പം ശിവനെ കണ്ണ് കണ്ടുപിടിത് ഏത് ജില്ല എന്നുള്ള രീതിയിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ജാം റെസിസ്റ്റൻസ് ഗൈഡൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 1830 km/h ആണ്. യുക്രൈനിലാണ് ഈ മിസൈലിൻ്റെ പരീക്ഷണം യഥാർത്ഥത്തിൽ UK നടത്തിയത്. കാരണം ഈ യുദ്ധം വരുമ്പോഴാണല്ലോ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് യുക്രൈനിലാണ് ഈ മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത്. പോരാത്തതിന് Mi-28NB KA-52M എന്ന് പറയുന്ന റഷ്യൻ ഹെലികോപ്റ്ററുകളെ വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നതിൽ ഈ മിസൈലുകൾ വമ്പൻ വിജയമായിരുന്നു എന്നുള്ളതും യുദ്ധത്തിൽ പല ലോകരാജ്യങ്ങളും കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് അതുപോലുള്ള ഒരു മിസൈലുണ്ടത് ഇങ്ങോട്ടും കൂടെ തന്നേരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി റഷ്യയ്ക്ക് പാകിസ്ഥാൻ എന്തെങ്കിലും കൊടുക്കണമെന്നൊരു തോന്നൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോന്നലേ വരാത്ത രീതിയിൽ സ്നേഹത്തിൻ്റെ ഒരു ബ്ലോക്ക് ഇന്ത്യ എവിടെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല, അത് വേറെ കാര്യം. ഇനി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരത്തരുത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചെറിയ ചെറിയ ഗല്ലിബിലി ജുജുബി മാറ്റേഴ്സാണ്. എങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.